ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ഓളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാക യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി K. മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-ന് പമ്പാ നദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മുതൽ മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺ കുമാർ MLA അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമി ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30-ന് ആരംഭിക്കും.
ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗട്ട്, ബ്ലൂബെറി യോഗട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.